മുടിക്ക് ഉള്ളില്ലാതിരിക്കുക, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ നമ്മൾക്ക് ലേഡീസിനെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് അതിനൊരു എണ്ണ തയ്യാറാക്കി തലയിൽ തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും. മാത്രമല്ല ചെറിയ മുടികൾ, പുതിയതായിട്ടുള്ള മുടികൾ നല്ല കരുത്തോടെ കിളിർത്ത് വരികയും ചെയ്യും. അങ്ങനെയുള്ള ഒരു എണ്ണ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് 3 സവോളയാണ്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ചെറിയ ഉള്ളി എടുത്തിട്ട് നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ ആ എണ്ണയ്ക്ക് ചെറിയ ഉള്ളിയുടെ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാവർക്കും പിടിക്കണം എന്നില്ല. അതുകൊണ്ട് സവോളയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ ഗുണം ഈ സവോളയ്ക്കാണുള്ളത്. വട്ടത്തിൽ നമ്മൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, ചില ആൾക്കാരുടെ തലയിലൊക്കെ കാണാം ഈ താരനൊക്കെ വന്ന് വട്ടത്തിൽ ഒരു മുടി കൊഴിയുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു മരുന്നാണ് കേട്ടോ. ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായും മാറിക്കിട്ടും. ഇപ്പോൾ സവോള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു പിടി നല്ലപോലെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് ആ തണ്ടു നമുക്ക് ആവശ്യമില്ല, ഇല മാത്രം മതി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെമ്പരത്തിപ്പൂവാണ്. നല്ല നാടൻ ചെമ്പരത്തിപ്പൂ തന്നെ ചേർക്കാൻ നോക്കുക, ഇല്ലേ റെഡ് കളർ ചേർക്കുക. വേറെ കളറുകൾ നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുക. നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഇതിന് നല്ലത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ചട്ടി ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കിതിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ അരച്ചത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു എണ്ണയാണിത്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് ഞാൻ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിത് 1 മാസത്തേക്കുള്ള എണ്ണയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 1/2 ലിറ്റർ ഉണ്ടാവും. നമുക്കിതൊന്ന് കുറുകി വരുമ്പോൾ അതിന് കുറച്ച് കുറയും. കരിങ്ങാലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കരിങ്ങാലിപ്പൊടി നമുക്ക് അങ്ങാടി പച്ചമരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ചെടി നമുക്ക് ഔഷധ സസ്യമൊക്കെ വയ്ക്കുന്ന നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ചെറിയ ഇലകളാണ് ഉണ്ടാവുക. നമ്മുടെ നെല്ലിയുടെ ഇലയുടെ ആ പരുവത്തിലുള്ള ഇലകളാണ് ഉണ്ടാവുക. ഇതിന് ചെടികൾക്ക് മുള്ളുണ്ടാവും, ചെറിയ ചെറിയ മുള്ളുകളുണ്ടാവും. വലിയ മരമാവും ഇത്. ഇതിൻ്റെ കാതലാണ് നമ്മൾ ചെത്തിയിട്ട് നമ്മൾ ഈ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പതിമുഖമൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ പതിമുഖം പോലെ തന്നെയാണ് ഈ കരിങ്ങാലിയും. ഇത് നമ്മൾ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക മാത്രമല്ല, നമ്മൾ സ്ഥിരം ഇത് തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ വൈറ്റ് കളറായിട്ടുള്ള മുടിയൊക്കെ ബ്ലാക്ക് കളറാവും. നമ്മൾ വേറെ ഡൈകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ സ്ഥിരം ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കൂടുതൽ കരിയരുത്. അപ്പോൾ അതൊന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ചൂടിൽ തന്നെ നല്ലപോലെ ആയി കിട്ടും. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട്. ആ ഓവർനൈറ്റ് ഫുള്ള് വെക്കണം. ഇതിലുള്ള സത്തൊക്കെ നമുക്ക് ഇറങ്ങി നമ്മുടെ എണ്ണയിലേക്ക് പിടിക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു തുണി വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഇത് 1 മാസത്തേക്കുള്ള എണ്ണയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ ദിവസമൊന്നും എണ്ണ തേക്കാറില്ല. നമ്മൾ എണ്ണ എല്ലാ ദിവസവും തേക്കുന്നവരാണ് എങ്കിൽ കുറച്ച് അധികം പിന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. ഇല്ല എങ്കിൽ നമ്മൾക്ക് ഒരു 1/2 ലിറ്റർ എണ്ണ ധാരാളമാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും പണിയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ഉപകരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ നല്ലപോലെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിനൊക്കെ ശേഷം മാത്രമേ നമ്മളിത് തല കുളിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റോളം ഒരു 5 മിനിറ്റ് നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് തലയോട്ടിയിൽ നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പം മാത്രമല്ല നല്ലൊരു രക്തോട്ടമൊക്കെ ഉണ്ടാവും. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ലപോലെ ചെറിയ മുടികൾ കിളിർത്ത് വരാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്.